So, there was a rumor that you have a girlfriend now. So, is it true? I have so many girlfriends there. They are proposing me, but it is genuine and confirmed is I will not know. After 4 months, I will decide to get married in intercaste marriage. I am a Christianity man. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ക്രിഞ്ചടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ. ആരെയും കളിയാക്കി പറയണതല്ല. കാരണം പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും പണ്ട് ഒരുപാട് ഞാൻ എന്റെ പ്രായം അറിയാലോ, 23 വയസ്സ്. അപ്പോ അതിനേക്കാളും കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ പണ്ട് സംസാരിക്കുമായിരുന്നു. അവരൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയത് കൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടായി പോയി. പക്ഷെ എന്നും അവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചേച്ചി കൾച്ചറിലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴ് നമുക്ക് അങ്ങനെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ നമ്മോട് അടുപ്പം കാണിക്കാൻ ആരുമില്ലെന്ന് ഒരു എന്താ പറയാ സങ്കടമുണ്ട്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ള ആൺപിള്ളേർ നമ്മൾ മിണ്ടറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ പ്രായത്തിലുള്ള ഗേൾസ് നമ്മളോട് അവോർഡിനെസ് കാണിക്കുന്നു. അത് റിവ്യൂ ചെയ്തതിന് മുന്നും റിവ്യൂവിന് ശേഷവും അങ്ങനെ തന്നെയാണ്. റിവ്യൂ ചെയ്യുന്നതിന് മുന്നും 1-2-30 വയസ്സിന് മുകളിലുള്ള ചേച്ചിമാരെ നമ്മളോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട് പലരും. ഇപ്പൊ റിവ്യൂല് വന്ന ശേഷം 2023 തുടക്കത്തിലൊക്കെ സംസാരിച്ചു. പിന്നീട് അവർക്ക് ഭയങ്കര രീതിയിൽ എന്നെ കാണുമ്പോൾ കാക്കിച്ചു ഉപ്പാർക്ക് തോന്നാറുണ്ട്. Is it because of your fame, or is it because of your being overacting and overreacting to certain things? അത് അതിനെപ്പറ്റി ഞാൻ പറയട്ടെ. ഇപ്പൊ ഓവർ റിയാക്ഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ പണ്ട് ദിലീപേട്ടനും ശ്രീനിവാസനും മോഹൻലാലൊക്കെ ചെയ്ത സിനിമകളിൽ പറയാ ദിലീപേട്ടന്റെ പറക്കും തളിക, മൈ ബോസ്, മിസ്റ്റർ മരുവൻ, അതിലൊക്കെ എന്തോ മത്സരം മനസ്സിലായോ? ഇപ്പോഴൊക്കെ അല്ലേ സിനിമയിൽ ഒരിക്കലും ദിലീപ് സിനിമയിൽ കൺട്രോൾ ഇല്ല. ദിലീപിന് അതിന് വിട്ടാണ്. ബട്ട് സിനിമ ഈസ് എ 2.5 hours in theater അല്ലെങ്കിൽ TV screen. But I will do in reels or videos in mobile screen. But you are doing in public. That's what I asked. ഞാൻ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാറുണ്ടെന്ന് വെച്ചാൽ തിയേറ്ററിലെ കോമ്പൗണ്ടിൽ കാണിച്ചു. പക്ഷെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുന്നത് സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ അത് പബ്ലിക് കാണുന്നുണ്ടാവും. അപ്പോഴൊന്നും യാതൊരു കുഴപ്പമില്ല. ഈ നമ്മൾ ഷൂട്ട് ചെയ്ത് കണ്ടത് I will playing in the dance performance in the stage. It is shooting in online media. Online media that content will be shooting. And this uploading in social media, almost 3.5 crore people will watch, and 1 million people were encouraging, and they are supporting and disupporting sometimes. കാരണം നമ്മളെ നല്ല രീതിയിൽ കാണുന്ന പ്രേക്ഷകരുമുണ്ട്, നമ്മളെ മോശങ്ങളിൽ കാണുന്ന പ്രേക്ഷകരുമുണ്ട്. കാരണം ഒരു സിനിമ ഇഷ്ടപ്പെടാത്ത, സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതും TV-യിൽ വരുമ്പോൾ പോലെ സിനിമ കാണാത്ത ആൾക്കാരുണ്ട്, സിനിമയെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. സിനിമ എന്തിനു കാണണം അല്ലെങ്കിൽ സീരിയൽ എന്തിനു കാണണം ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. എനിക്കറിയാൻ പലരും പേരറിയില്ല. പക്ഷെ നമ്മളെ വീഡിയോസ് കാണുന്ന പലരും നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഒരു രോമം വിതമ്പിക്കുന്ന വരും, അതുപോലെ തോന്നാറുണ്ട്. പക്ഷെ നമ്മളെ കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം വരിക, ചില സമയത്ത് റാഗിങ് അനുഭവപ്പെടാറുണ്ട്. ഇപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ I will react. No, I mean, just people attack you because of these videos and all. ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഞാനിപ്പോ. My question, I asked you if there is any incident where people attacked you because of these videos. Not that the videos is ladies issues will be certainly no. Ria issues, so people have been attacking you. Sometimes public person, public place and public bus service, yeah, I will travel, then I will facing these types of unnormal personality to focus me. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന ആൾക്കാര് നമ്മളെ മെക്കിട്ട് വെറുതെ കേറാൻ നോക്കും. കാരണം ഇപ്പോ
ഒരുപാട് പേര് സെൽഫി എടുക്കാറുണ്ട്, ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ചില ആൾക്കാര് ഇങ്ങനെ എടുത്തിട്ട് തെറി പറഞ്ഞു പോകും, പച്ചക്ക് തെറി വിളിച്ചിട്ട് പോകും സെൽഫി എടുത്തിട്ട്. അത് മോശം എന്ന് പറയും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താ പറയാ, മൗത്ത് നോക്കി പറയാൻ പറയാം. സെൽഫി എടുത്തിട്ട് പറയുന്നത് അതൊരു കളിയാക്കി പോകും. കാരണം സെൽഫി എടുക്കുന്നത് നല്ലതാ, പക്ഷെ ഇങ്ങനെ സെൽഫി എടുത്തിട്ട് തെറി പറയുന്നത് സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിക്കുന്നില്ല. കാരണം ഈ എന്നെയും നടന്മാരെയും ഒരു ക്യാഷിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ ഈ നടന്മാരെ സെൽഫി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിവസം മമ്മൂക്ക ഒരാളെ സെൽഫി എടുത്തു, മമ്മൂക്കാനെ. അത് കണ്ടപ്പോൾ എനിക്ക് ഞാനും മമ്മൂക്കയും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് മനസ്സിലായി. വലിയ വ്യത്യാസമല്ല, പുള്ളി ഒരു മഹാനടൻ തന്നെയാണ്. പക്ഷെ മമ്മൂക്ക ഇങ്ങനെ സെൽഫി എടുത്തത് ഒരു ചിരി ഒരു സ്ലാപ്പ് എണ്ണ. അപ്പൊ ആൾക്കാരെ എങ്ങനെയാണ് ഒരു വ്യക്തിനെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മമ്മൂക്കയാലും അലിൻ ജോസ് പെരേരയാണ് ആയാലും കാണുന്നത് ആൾക്കാർക്ക് മമ്മൂക്ക ലാലേട്ടനൊക്കെ കോടിക്കണക്കിന് രൂപ ഒരു സിനിമയ്ക്ക് മേടിക്കുന്നുണ്ട്. പക്ഷെ ഇവര് സിനിമയിൽ കാണിക്കുന്ന ഒരു അഭിനയം ഉണ്ടല്ലോ, ചിലർക്ക് അത് ക്രിഞ്ചടിപ്പിക്കുന്നുണ്ട്. ഫാൻസ് അസോസിയേഷനൊക്കെ മമ്മൂക്ക ലാലേട്ടനൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു പെൺകുട്ടിയുടെ അത് വിവാദമാകുമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ല, ഒരു ഫോട്ടോ എടുത്തപ്പോ ഭയങ്കര ചിരി. അപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം സന്തോഷ് വർക്കിനെ എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിക്കാറുണ്ട് ആൾക്കാർ, കളിയാക്കി ചിരിക്കാന്ന് പറയാം. അപ്പൊ അതേപോലെ മമ്മൂക്കനെ കാണുമ്പോ അതിന് ചിരിക്കും. അപ്പോ ആൾക്കാർക്ക് ഒരു മനോഭാവം മനസ്സിലാകുന്നുണ്ട്. മലയാളീസ് മണ്ടന്മാരെന്നെ പറയുള്ളൂ. കാരണം സന്തോഷ് വർക്കിന്റെ വീഡിയോ ഇത്രയ്ക്ക് ട്രെൻഡിങ്ങിൽ കയറാൻ കാരണം ഈ മലയാളീസാണ്. ബിക്കോസ് ഓഫ് ദെയർ കമന്റ്സ് ആൻഡ് ചിന്താഗതി. കമന്റിൽ ചെയ്യുന്ന ആൾക്കാര് വെറും ചളിതാന്ന് തന്നെ പറയാം. ഒരു പണിക്ക് പോകാത്ത ആൾക്കാരായിരിക്കും വന്ന് കമന്റ് അടിക്കുന്നു. ആ കമന്റ് കാരണമാണ് ഞാൻ ഇപ്പഴും വന്ന് ഒരിക്കലും കയറാം. That is not a good for me. But that makes you fame, no? That make me all Indian fame, but that is very. Any of these people having reacted to your videos, you won't be sitting here, no? Sorry, not here. So what I asked is, if like these people are commenting you against you, that's make you feel no? Yes, certainly. This is very true. You tell me the right answer. I will tell in Malayalam. കാരണം കമന്റ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് എഴുതുന്നത് കൊണ്ടാണ് നമ്മള് ഫെയിം മാത്രമല്ല, ഇപ്പോ ഒരു ദിവസം 4000 മുതൽ 6000 വരെ ഏൺ ചെയ്യുന്നുണ്ട് ഓരോ ബർത്ത്ഡേ വെഡിങ് വിഷ് ചെയ്യുമ്പോൾ. എപ്പോഴും I getting lot of promotion works and cinema shooting purpose. I will always doing activities in worldwide pan India രീതിയിലൊക്കെ ആവുന്നുണ്ട്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആവുന്നു. നമ്മള് in a way these negative comments have benefited, right? The negative comments is not benefited to marriage decision. Marriage is a big decision. Marriage groom or bride, പെൺകുട്ടി എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തും പറഞ്ഞിട്ടുണ്ട് ഒരാള്. പക്ഷെ ഇനി ഈ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഈ ഓൺലൈൻ ഇന്റർവ്യൂ സ്ഥിരം ചെയ്യാനൊന്നും താല്പര്യമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ടാവും എന്തായാലും.